പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗ്രീൻ കേരള റൈഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുകയാണ്. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം യാത്ര ചെയ്യുന്നത് പരമാവധി പൊതുഗതാഗതത്തെ ആശ്രയിച്ചാണ്. അത്തരത്തിൽ വയനാട് ജില്ലാ കലക്ടർ DR മേഘശ്രീയും മറ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം കളക്ടറേറ്റിലേക്ക് യാത്ര ചെയ്യുന്നത് പൊതുഗതാഗതത്തെ ആശ്രയിച്ചാണ്. KSRTC ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. വയനാട് കൽപ്പറ്റയിലാണ് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. മാഡം നേരത്തെ ഇങ്ങനെ പൊതുഗതാഗതത്തെ ആശ്രയിച്ചിട്ടുണ്ടോ നേരത്തെ നാട്ടിലൊക്കെ? മുമ്പൊക്കെ എല്ലാം അങ്ങനെ തന്നെയല്ലേ, സർവീസിലേക്ക് കയറിയപ്പോഴാണ് ഒഫീഷ്യൽ വണ്ടി. ഇല്ലെങ്കിൽ നമ്മളും സാധാരണ ഇതുപോലെ തന്നെ ബസ്സൊക്കെ പിടിച്ചിട്ട് പഠിച്ചതാ. എന്താണ് ഇതുവഴിയുള്ള ഒരു മെസ്സേജ് എന്താണ് കൊടുക്കുന്നത് പൊതുസമൂഹത്തിൽ? പൊതുവെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഇൻ കേസ് പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിലും കാർ പൂളിംഗ് അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ഒരു മെസ്സേജാണ്. സോ കൂടുതലായിട്ട് പറ്റുന്ന ആൾക്കാരും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദാറ്റ്സ് the best thing that we can do for the environment. മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇതുപോലെ തന്നെ ഈ സമീപനമാണല്ലോ സ്വീകരിക്കുന്നത് അല്ലേ? അതെ അതെ, യൂഷ്വലി എല്ലാവരും മോസ്റ്റ്ലി പൊതുവെ എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ആശ്രയിച്ച് വരുന്നതും. കുറച്ചു ആൾക്കാരും അവരുടെ വണ്ടിയിലെ വന്നാലും അവരിങ്ങനെ കാർപൂളൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരു ഇതാണ്. ആൻഡ് ദെൻ അഗൈൻ മഴ ഉണ്ടെങ്കിൽ യൂഷ്വലി അവർ ആ പ്രൈവറ്റ് വണ്ടി അവരെടുത്തിട്ട് വരും. അങ്ങനെ വരുമ്പോഴും കൂടുതലായിട്ട് ഇങ്ങനെ പൂളിംഗ് ഒക്കെ ചെയ്തിട്ട് ട്രൈ ടു റെഡ്യൂസ് ദ കാർബൺ എമിഷൻ. എന്തായാലും കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് സീറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. പലരും ഇവിടെയുണ്ട്. ഇവരൊക്കെ എല്ലാവരും പൊതുഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. അതായത് യാത്ര ചെയ്യുന്നത് കളക്ടറേറ്റിലെ ഓഫീസിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മറ്റ് ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇന്ന് ഈ ദിവസം ഇത്തരത്തിലൊരു സന്ദേശം നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇങ്ങനെ ഗ്രീൻ കേരള റൈഡ് സംഘടിപ്പിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.